ഞാനുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള എലത്തൂരാണ്. വന്നത് മറ്റൊന്നിനുമല്ല, ഒന്ന് കല്ലുമ്മക്കായ പറിച്ചു പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെയാണ് കല്ലുമ്മക്കായ പറിക്കുന്നത്. നമുക്കൊപ്പം ഒരുപാട് മത്സ്യത്തൊഴിലാളികളായ ചേട്ടന്മാർ ചേരും. അവരുടെ വിശേഷങ്ങൾ അറിയണം, അവരെങ്ങനെയാണ് ഈ കല്ലുമ്മക്കായ പറിക്കുന്നതെന്ന് അറിയണം. ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാർ ഈ കല്ലുമ്മക്കായ പറയുന്നത് കടുക്ക എന്നാണ് കേട്ടോ. പ്രാദേശികമായി പറയുന്നതാണ്, പക്ഷേ പൊതുവേ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കല്ലുമ്മക്കായ പറിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഇത് പറിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണണം. നമുക്ക് നേരെ കടലോട്ട് പോയിട്ട് കല്ലുമ്മക്കായ പറിച്ച് വരാം. പറഞ്ഞു ഏകദേശം 200ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ കടലിൽ പോയിട്ട് കടുക്ക പറിക്കുന്നത്. പക്ഷെ അപ്പം കുറച്ച് പേര് എൻ്റെ കൂടെ ഉണ്ട്. ചേട്ടാ, ഇന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പണി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പോകും? രാവിലെ 6 മണിക്ക് പോകും. 6 മണിക്ക് പോയാൽ ഒരു 12 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരും. ചേട്ടൻ എത്ര വർഷമായി ചേട്ടാ ഇതിങ്ങനെ? ഞാൻ 33 കൊല്ലമായി തൊഴിലെടുക്കുന്നു. നിങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ ഈ കടുക്ക നിങ്ങൾ പറിക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങളൊരു യൂണിറ്റ് ആയിട്ടാണോ, എങ്ങനെയാണ്? ഞങ്ങളിത് ഇവിടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ്. എലത്തൂർ മേഖലയിലുള്ള 200ഓളം തൊഴിലാളികളുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ അത് ഒരു നിശ്ചിത അളവിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാധനത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഞങ്ങളിത് കൂടുതൽ എടുക്കലുണ്ടായിരുന്നു. അപ്പം സാധനം ഇഷ്ടം പോലെ ഉണ്ടായി, ഏകദേശം കിട്ടാനുള്ളത് കൊണ്ട് അങ്ങനെ എടുത്തു പോകുന്നതായിരുന്നു. ഇപ്പോൾ സാധനത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം ഞങ്ങളതൊരു തൂക്കം, ഒരു നിശ്ചിത അളവിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. എങ്ങനെയാ ചേട്ടാ, കല്ലുമ്മക്കായ പറിക്കുന്നതാണോ അല്ലെങ്കിൽ മീൻ പിടിക്കുന്നതാണോ ലാഭം? ഞങ്ങൾ കല്ലുമ്മക്കായൻ്റെ പണി ഞങ്ങൾക്ക് പണി. അപ്പോൾ കല്ലുമ്മക്കായ ഞങ്ങൾ പോയാൽ നിശ്ചിത പൈസ എന്താ ഒരു വേതനം എന്തായാലും കിട്ടും. ഈ മീൻ പിടിക്കാൻ പോയാൽ അത് കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ അന്ന് കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് മീനിൻ്റെ മത്സ്യത്തിൻ്റെ പണി. കല്ലുമ്മക്കായൻ്റെ പണി ഞങ്ങൾ നിശ്ചിത ഒരു അളവ് കിട്ടും, സാധനം കിട്ടും. ഒരു കമ്മിറ്റി തീരുമാനിച്ച അളവിൽ ഞങ്ങൾ സാധനം ശേഖരിക്കലുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഉപജീവനം നടത്തുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ ചേട്ടാ ഇങ്ങനെ? നമ്മൾ ഈ എലത്തൂർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത് പിടിക്കുന്നത്? അല്ല, എലത്തൂരല്ല, ഇതിപ്പം കോഴിക്കോടുണ്ട്. മോതാറ് ബീച്ചിൽ കുറച്ച് തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ചാലിയുണ്ട്, പിന്നെ തിക്കോടി, മൂടാടി, അവിടെയൊക്കെ ആളുകളുണ്ട്. ഒരു തോണിയിലാണ് പോവുക. തോണിയിൽ 3 ആൾ 4 ആൾ 5 ആളൊക്കെ ഒരു തോണിയിലുണ്ടാവും. ഈ ആൾ പോയിട്ട് ഞങ്ങൾ ബനിയന്, പാൻറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൈക്ക് സോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും. അതിൻ്റെ കല്ലിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ മുള്ളൊക്കെ ഉണ്ടാവും, സൈസ് മുള്ളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും. കൈക്ക് തറക്കാനെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സാധനം ഇട്ടിട്ടാണ് മുങ്ങുക. രാവിലെ ഒരു 6 മണിക്ക് പോയാൽ ഒരു 12 മണിയാകുമ്പോഴേക്ക് ഞങ്ങളത് ശേഖരിച്ചിട്ടാണ് വരിക. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ മുങ്ങാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശരിക്കും മുങ്ങക്കാന്ന് പറഞ്ഞാൽ 4 ആൾ ആയത്തിൽ വരെ മുങ്ങുന്ന ആളുകളുണ്ട്. 4 ആൾ ആയത്തിൽ വരെ മുങ്ങും. 4 ആളായെന്ന് പറഞ്ഞാൽ ഒരു 6 മീറ്ററിനടുത്ത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പണ്ട് കടുക്ക പറിക്കുന്ന പോലെയാണോ ഇപ്പൊ പറിക്കുന്നത്? അല്ല, ഇപ്പൊ പണിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഇത് കണ്ടമാനം ഭാര്യ എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ്. ഇപ്പോൾ ഒരു 10 കിലോ ഒക്കെയാണ് പറിക്കുന്നത്. ഞങ്ങൾ പോകുന്ന കാലത്ത് ഒരു ചാക്ക് കടുക്ക 100 കിലോ കടുക്ക പറിക്കും. അച്ഛൻ എങ്ങനെയാ അത് മനസ്സിലാവുന്നത്? എവിടെയൊക്കെയാ കടുക്ക ഉള്ളതെന്ന് മനസ്സിലാവുന്നത് പണ്ട് പോയതുകൊണ്ടാണോ? എല്ലാം അറിയാം അല്ലേ? അപ്പോൾ പണ്ട് ഞാൻ ഒരു 10-15 വയസ്സിലെ തുടങ്ങിയ ഞാൻ എത്രയോ കാലം 60 കൊല്ലം ശരിക്കും കടലിൽ പണിയെടുത്ത ആളാണ്. കടലിൽ 60 കൊല്ലം കടലിൽ പണിയെടുത്തത്. എനിക്ക് 88-89 വയസ്സായി. എപ്പോഴെങ്കിലും ഇത് കുറവുള്ള സമയം ഉണ്ടാവാറുണ്ട്? ചില സീസൺ അനുസരിച്ചാണോ കല്ലുമ്മക്കായ കൂടുതൽ? സീസൺ അനുസരിച്ചിട്ടാണ്. ഇതിനിപ്പോൾ ഈ സീസണിൽ ഇനിയിപ്പോൾ ഒരു ഡിസംബർ മാസമായി കഴിഞ്ഞാൽ ഈ വലിയ സാധനം കുറഞ്ഞു വരും. പിന്നെ ഈ കുഞ്ഞുങ്ങൾ വലുതായി വരണമെങ്കിൽ ഒരു ഫെബ്രുവരി മാസമാകുമ്പോഴാണ് ഇത് വളർന്ന് വലുതായി വരിക. പിന്നെ ആ സമയത്താണ് നമ്മളിത്
ആ സമയത്താണ് കുറച്ച് കൂടുതൽ കിട്ടുന്ന സമയം, ആ സമയത്താണ് എടുക്കുക. പിന്നെ ഇപ്പോൾ പൊതുവേ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലവ് കൂടുതലാണ്. ഞങ്ങൾക്കിപ്പോൾ ഈ പണ്ട് കാലത്തൊക്കെ കുഴഞ്ഞിട്ടായിരുന്നു പോയത്. ഇപ്പോൾ മിഷൻ വെച്ച് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ മണ്ണെണ്ണ കിട്ടാനില്ലാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പോയി വരണമെങ്കിൽ തന്നെ വലിയ ചിലവ് കൂടുതലാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ചിലവിനൊത്ത വരവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര അത് കിട്ടുന്നില്ല, പഴയ മാതിരിയുള്ള അത് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് ചിലവ് കൂടുതലുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക്. അപ്പം കല്ലുമ്മക്കായൊക്കെ പറിച്ചു, എങ്ങനെയാണിത് പറിക്കുന്നതെന്ന് കണ്ടു. ഇനി കുറച്ച് കല്ലുമ്മക്കായൊക്കെ വാങ്ങി ഞങ്ങൾക്ക് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ ഇനി നാളെ മറ്റൊരു സ്ഥലത്ത് പുതിയ വിശേഷമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.